ഷിബു മീരാൻ കോൺഗ്രസിന്റെ പിന്തുണ, ലീഗിന്റെ പിന്തുണ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ. ഇപ്പോൾ പിണറായി വിജയൻ കുടുംബസമേതം ഇന്നലെ സിനിമ പോയി കണ്ടു. ഇന്ന് അദ്ദേഹം അതിൽ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഈ പിന്തുണയൊക്കെ വരുമ്പോൾ ആ സിനിമയിൽ ചില രംഗങ്ങൾ കൃത്യമായി പിണറായി വിജയനെ കളിയാക്കുന്നതാണ്. അതിലെ തിരുവാതിര കളി രംഗമൊക്കെ പിണറായി വിജയനെ പരിഹസിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളുണ്ട്. അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് CPM നേതാക്കൾ തന്നെ പുറത്തു പറയുന്നുണ്ട്. ചില രംഗങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിന് സ്വഭാവം വേറെ രൂപത്തിലേക്ക് ആവുകയാണ്. പക്ഷേ ഇതിനി തുടർച്ചയുണ്ടാകും എന്നുള്ളതല്ലേ ഇനി ആശങ്കപ്പെടുത്തുന്നത്. ഇനി ഇങ്ങനെ രാഷ്ട്രീയ സിനിമകൾ എടുക്കാൻ, ഇവിടെ കടന്നുപോയ കാലം പറയാൻ ഇവിടെ സംവിധായകർ മടിക്കില്ലേ? തീർച്ചയായും ഇത് ഉണ്ടാക്കുന്ന ഇപ്പോൾ പിണറായി വിജയനെ മാത്രമല്ല, നമുക്കിപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഒന്നാം ഭാഗം പ്രത്യക്ഷത്തിൽ നമുക്ക് വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പരിശോധിച്ചോളൂ. സ്മൃതി, സഖാവ് EK നയനാർ, ലീഡർ K കരുണാകരൻ, വലിയ അളവോളം ഈ സത്യനന്ദിക്കാടൻ, ഈ ഷാജി കൈലാസിന്റെ, സുരേഷ് ഗോപിയുടെ സിനിമകളിൽ ഞങ്ങളുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരൊക്കെയാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് യാഥാർത്ഥ്യങ്ങളോടൊന്നും നിരക്കാത്ത സമ്പൂർണമായ ഫിക്ഷൻ അവരുടെയൊക്കെ മേൽ ആരോപിച്ച് എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു. അത്തരം സിനിമകളിലൂടെ സൂപ്പർ സ്റ്റാറായ ഒരാളാണ് ഇപ്പോൾ ഇവരുടെ കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ BJPയുടെ നേതാവ് ഉപയോഗിച്ച വാക്ക് വളരെ കൃത്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് ആണ്. ഇപ്പൊ BBC-യുടെ ഇപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയോ? ഈ പൃഥ്വിരാജ് ജോർദാനിലായിരുന്നപ്പോൾ IS-മായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോർദാൻ വാസത്തെ കുറിച്ച് NIA അന്വേഷണം നടക്കണമെന്നൊക്കെ ഇവരുടെ സംസ്ഥാനത്തെ യുവജന സംഘടന സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതൊന്നും ഭീഷണിയല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, BBC ഒരു ഡോക്യുമെന്ററി അവർ പ്രദർശിപ്പിച്ചു. അവരുടെ ഡൽഹിയിൽ ആസ്ഥാനം ഇൻകം ടാക്സ് പോയിട്ട് റെയ്ഡ് ചെയ്തു. വിജയുടെ കാര്യം സഖാവ് കേട്ടിവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവർ കൃത്യമായും ഗോകുലം ഗോപാലൻ ഒരു ബിസിനസ്സുകാരനാണ്, മോഹൻലാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബിസിനസ്സുകാരനാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് BJPക്ക് അറിയാമെന്ന് BJPയേക്കാൾ നന്നായി അവർക്കറിയാം. അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ സമ്മർദ്ദത്തിനിടയായി മാപ്പ് പറയേണ്ടി വരുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം സ്മൃതി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ സിനിമയെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഈ സിനിമയെ ഇവർ വിമർശിക്കുന്നത് എന്തിനാണ്? ആ സിനിമയുടെ പ്രമേയം, ആ പ്രമേയത്തിന്റെ ഭാഗമായി വരുന്ന ഗുജറാത്ത് വംശഹത്യ, ഇവരുടെ ഈ വൺ വേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അസഹിഷ്ണുതയുടെ ഒന്നാം തരം ഉദാഹരണം ഈ ഗുജറാത്ത് കലാപം. ഇതിനെക്കുറിച്ച് ആദ്യം ഒരു സിനിമ വരുന്നത് പർസാനി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സ്മൃതി, ഗുജറാത്തിൽ ഒരൊറ്റ തിയേറ്ററിൽ ആ സിനിമ പ്രദർശിപ്പിക്കാനന്ന് ബജറംഗ് അത് അനുവദിച്ചില്ല. അന്നത്തെ അവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ആണ് ചില സ്ഥലങ്ങളിലെങ്കിലും അത് പ്രദർശിപ്പിച്ചത്. ഇനി ഇവരുടെ വലിയ നേതാവുണ്ടല്ലോ, ഇവരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവ്, വിശ്വഗുരുവിനോളം തലപ്പൊക്കമുള്ള ആള്, ഒരു TV ഇന്റർവ്യൂവിൽ കരൺ താപ്പർ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചോദിച്ചപ്പോ 3-ാം മിനിറ്റിൽ ഇതൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞ് തന്റെ മുന്നിലെ ടേബിളിൽ ഇരിക്കുന്ന വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് ഒരിറക്ക് വെള്ളവും കുടിച്ചിട്ട് ഹമാരാ ദോസ്തി ബനെ രഹേഗ, നമ്മുടെ സൗഹൃദം നിലനിർക്കട്ടെ, പക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് ഇവരുണ്ടാക്കുന്ന പോലത്തെ ഫേക്ക് വീഡിയോ അല്ല. ഇപ്പോഴും ഈ രാജ്യത്ത് മനുഷ്യർ അത് കാണുന്നുണ്ട്. അന്ന് നരേന്ദ്രമോദി തീരുമാനമെടുത്ത് എന്താണെന്നറിയോ? ആയുസിൽ ഇനി ഒരു വാർത്താ സമ്മേളനത്തിന് ഞാൻ പോയി ഇരുന്ന് കൊടുക്കില്ല എന്ന ശപഥമെടുത്തു. ആ ശപഥം മൂപ്പർ ഇന്നും വിടാതെ പാലിച്ചു പോരുന്നുണ്ട്. ഇവിടെ ചാവ് അദ്ദേഹം പറയുന്നില്ല. അപ്പോ ഗുജറാത്ത് കലാപം, ആ കലാപത്തെ വീണ്ടും വീണ്ടും അതിനോടൊക്കെയുള്ള പ്രതികാരത്തിന്റെ സ്വഭാവം വലുതാണ്. കാരണം കരൺ താപ്പറിന് പിന്നീട് എത്ര കാലം ജോലി ലഭിക്കാതിരുന്നു, ഇപ്പോഴും വൈറൽ അഭിമുഖങ്ങൾ എടുക്കുന്നു. അതല്ലാതെ അദ്ദേഹം എത്ര കാലം കത്തി നിന്നിരുന്ന ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു അവസരമില്ലാത്തൊരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കാലം വരെയും അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. തീർച്ചയായും സ്മൃതി, ഇവരുടെ ഈ മൂർഖന്റെ പകയുള്ളവരാണ് ഇവർ. ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്ന വർത്താനൊന്നുമല്ല. ഈ ഗുജറാത്തുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ P ചിദംബരം അമിത്ഷായെ അറസ്റ്റ് ചെയ്യുന്ന ചിദംബരത്തിന്റെ കാലത്താണല്ലോ. എന്നിട്ട് എങ്ങനെയാ പക വീട്ടിയത്? CBI അമിത്ഷാ മന്ത്രിയായി വന്നപ്പോ ചിദംബരത്തിന്റെ വീടിന്റെ മുന്നിൽ വന്നു പാതിരാവിൽ. അദ്ദേഹം ഉറങ്ങാണെന്ന് പറഞ്ഞപ്പോ ടെലിവിഷൻ ക്യാമറകൾ കണ്ടുറന്ന് കാണുക ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന, ലോകമാദരിക്കുന്ന നിയമജ്ഞനായ P ചിദംബരത്തിന്റെ വീടിന്റെ മതില് ചാടിക്കടന്ന് CBI ഉദ്യോഗസ്ഥന്മാർ രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി 105 ദിവസം ജയിലിലിട്ടു. 105ാമത്തെ ദിവസം ജാമ്യം കിട്ടി. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അമിത്ഷാ ജയിലിൽ കിടന്ന് 105 ദിവസമാണ്. അപ്പൊ പിന്നെ ചിദംബരവും 105 ദിവസം. ഇവരുടെ കയ്യിൽ ഒരു ത്രാസ് ഉണ്ട് സ്മൃതി. ആ ത്രാസ് വെച്ച് ഇവർ തൂക്കിയപ്പോഴാണ് ഗോദ്രയിൽ കൊല്ലപ്പെട്ട 59 മനുഷ്യർ, ആ മനുഷ്യരിൽ ഒരാളുടെ ജീവന് 50 മുസ്ലിങ്ങളുടെ വിലയുണ്ട് എന്ന് തീരുമാനിച്ച് 2500 മനുഷ്യർ കൊല്ലപ്പെട്ട ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സംഘടിതമായ വംശഹത്യ ഗുജറാത്തിൽ നടന്നത് 1:50 എന്ന് തൂക്കുന്ന
ആ ത്രാസ് സംഘപരിവാറിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് അവർ കേരളത്തിലും ചെലവാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ബഹിഷ്കരണ ആഹ്വാനം, ഈ സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് വരുന്ന ആളുകളിൽ കേരളത്തിന്റെ ജാഗ്രത ഉണ്ടാകേണ്ടത്. അതല്ലെങ്കിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരാവിഷ്കാരങ്ങളും സാധ്യമല്ലാത്ത BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോലെ കലാകാരന്മാർക്ക് കവിത എഴുതാൻ കഴിയാത്ത, പാട്ടുപാടാൻ കഴിയാത്ത, സിനിമ ചിത്രീകരിക്കാൻ കഴിയാത്ത ഇടമായി കേരളം മാറും എന്ന ആശങ്ക ഞങ്ങൾ പങ്കുവെക്കുകയാണ് സ്മൃതി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.